എന്റെ കുഞ്ഞു ചിരുതയല്ലേ ആ കൂട്ടാനിച്ചിരി പിളമ്പ്. ഒതേന നായനാരോടൊപ്പം എവിടെ പോകുന്നെന്ന് പറഞ്ഞാലേ കൂട്ടാൻ തരുള്ളൂ. അയ്യോ ഒന്നും പെണ്ണുങ്ങളറിയേണ്ട കാര്യമല്ല, അതൊക്കെ ആണുങ്ങളുടെ കാര്യമല്ലോ. എന്നാലേ ഈ കൂട്ടാൻ വിളമ്പുന്നത് പെണ്ണുങ്ങളുടെ കാര്യ. ചിരുത ഇങ്ങോട്ട് നോക്ക്, എന്റെ വയർ ഒട്ടി കിടക്കുന്ന കണ്ടില്ലോ. പലതകത്തോട്ട് ഇട്ടല്ല ആ കാര്യം അങ്ങോട്ട് പറയാൻ ഒക്കൂ. അയ്യോ ഇത് നമ്മുടെ പുള്ളുവൻ ചന്തുവാ. നമ്മുടെ ശൊങ്കൻ ചമ്പു അല്ലേ? എടാ അമ്പേ, എടാ നീ എവിടെയാടാ? നീ ചോറിന്റെ അപ്പുറത്തോ അതോ ഇപ്പുറത്തോ? നിന്നെ കാണാൻ വയ്യല്ലോടാ. എടാ ബഹന്റെരിയോ, ഇങ്ങനെ ചോറുണ്ണാൻ തുടങ്ങാണെങ്കിലേ നാട് മുടിഞ്ഞു പോ. വിശന്നിട്ട് വയ്യ എന്റെ ചന്തുവേ. കുറച്ച് കുറവാ. മതി 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 മതി. എടാ നാണമില്ലല്ലോടാ തച്ചോളിത്തമ്പരാന്റെ നിഴലിൽ നിന്നും കൊണ്ട് കതിരൂക്കാരെ പറ്റിച്ച് ഇങ്ങനെ കഴിക്കാൻ. നീ എത്ര നാൾ ഇങ്ങനെ കഴിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. നിനക്ക് ചോറും എനിക്ക് മുറുക്കാനും. എന്തായാലും കറിയൂടെ ഉണ്ടായിരുന്നെങ്കിൽ. മുളകിന് ഇത്ര ആയപ്പം വല്ല കൂട്ടാനും കൂടെ കൂട്ടിയിരുന്നെങ്കിലോ? എടാ നിന്റെ തള്ളവര് വരെ വയറാണോടാ? ആട്ടെ എന്തോന്നോ രഹസ്യം പറഞ്ഞെങ്കിലേ കൂട്ടാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതെന്തോന്നാ? പിന്നെ മൂപ്പര് തച്ചോളി ഉദയന നായനാരോടൊപ്പം എവിടെയോ. മനസ്സിലായി മനസ്സിലായി, അതറിയാനാ ഞാനും വന്നത്. ഒന്നും പറയുന്നില്ലെന്തേ? അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാമെന്ന്. നീ എന്തുവാടാ തച്ചോളി തമ്പരാന്റെ അടുക്കലെ കളരിയിൽ വെച്ച് രഹസ്യം പറഞ്ഞത്? ആന ആന കാവിൽ ഇരുത്ത. ഓ ഇതുപോലെ നിനക്കൊരു ഊണും തന്ന് രണ്ടു കൊമ്പും വെച്ചൊരു തുമ്പക്കയും കെട്ടിവെച്ച് കാവിക്കൊണ്ടിരുത്തിയാ മതിയല്ലോ. സത്യം പറ. കാവിൽ ആന ഇരുത്താത്തത് കൊണ്ട് കതിരൂർക്കാർ പരിഹസിക്കുന്നു ഞാൻ വേദനയോട് കൂടി പറഞ്ഞു. നീ അവര് പറഞ്ഞ ഉടനെ വേദന നിനക്കൊണ്ടില്ലേ? ഉദയനൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കടത്തനാട്ടുകാരുടെ ഉത്സവം മുടക്കണം. അതിനെനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. പയ്യനാടന്റെ മാത്രം മതി. ഗുരുക്കളിനെ അക്കാര്യം പറയരുത്. പന്തിയിലും പന്തലിലും വെച്ച് പരാജയമടഞ്ഞ എനിക്ക് ഇനി മറ്റൊരു പൊയ്ത്തിന് അവകാശമില്ല. നിങ്ങളൊരു ഭീരുവാണ്. ഭീരു ഞാനല്ല. ഓർത്തു നോക്കൂ, ആർക്കു വേണ്ടിയാണ് ഞാൻ അപമാനിതനായത്? നിങ്ങൾക്ക് വേണ്ടി, ഈ കളരിക്ക് വേണ്ടി. എന്റെ സർവസ്വവും ഞാൻ നശിപ്പിച്ചു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ കടത്തനാട്ട് ഒരു നായർക്കും ഇത്തരം അവമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെയും എന്റെയും ബദ്ധശത്രുവായ തച്ചോളി ഉദയനന്റെ പെങ്ങൾക്ക് പുടവ കൊടുക്കാൻ. നിങ്ങളോ ഒരു പടനായകൻ, അഭിമാനമില്ലാതെ. അതേപ്പറ്റി സംസാരിക്കരുത്, അതെന്റെ ഇഷ്ടമാണ്. എന്റെ ജീവിതം നശിപ്പിച്ച കളരി. എല്ലാം ശരിയായി. ഇടുമലംകുലത്ത് പോകാൻ ഉദയനൻ തന്നെ സമ്മതിച്ചു. എല്ലാം ശരിപ്പെട്ടു തമ്പുരാട്ടി. ഇടുമലംകുലത്ത് പോകാൻ ഉദയനൻ നയനാരോടൊപ്പം മറ്റാരുമില്ല, ഞാൻ മാത്രം. നന്നായി. മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ സഹായം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ കതിരൂർക്കളുടെ ആശ്വാസം. നിന്റെ കതിരൂരിനെ സഹായിക്കാനല്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. കരളിനകത്ത് കത്തിച്ചൊലിക്കുന്ന തീനാളത്തിൽ ഞാൻ ദഹിക്കുകയാണ്. ഇതിന്റെ അവസാനം എനിക്കൊന്ന് കാണണം. അപ്പേ ഇരുടുമലം കോലത്തേക്ക് തനിക്കാണോ പോകുന്നത്? കണ്ടാച്ചേരി ഇല്ലാതെ? കണ്ടാച്ചേരി വന്നാൽ പറ്റില്ല ഏട്ടാ. തിരിച്ചൊന്ന് ഉത്സവം നടത്തണ്ടേ, അതിന്റെ ജോലികൾ നടക്കട്ടെ. തനിക്ക് പോകുന്നത് നല്ലതല്ല. വിശേഷിച്ചും കതിരൂർക്കാർ ഇളകിയ അവസരത്തില്. നിന്റെ ശത്രുവാണെന്ന് എന്റെ ഉറക്കം. ഒന്ന് ഉണർത്താനെങ്കിലും കൂടെ ഒരാൾ വേണ്ടേ? വണ്ണാൻ അമ്പ് കൂടെ ഉണ്ട്. അമ്പുവിനേക്കാൾ നല്ലത് പുള്ളുവൻ ചന്തുവല്ലേ? പുള്ളുവൻ ചന്തുവിനെ കൊണ്ടാണോ കൂലോത്തേക്ക് പോകുന്നത്? ഇത് പൊയ്ത്തൊന്നുമല്ലല്ലോ. ശരി, നിന്റെ ഇഷ്ടം. എങ്ങനെയായാലും കരുതിയിരിക്കണം. ഏട്ടൻ വിഷമിക്കണ്ട. കണ്ടാട്ടേരി പറഞ്ഞ പോലെ പാനൂർക്ക് പോകാം. എന്താ മോനെ?
അച്ഛനോട് മിണ്ടില്ല. എന്താ അച്ഛൻ എന്താണ് കുറ്റം ചെയ്തത്? അച്ഛൻ എന്താ അല്ലാമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കാത്തത്? ഓഹോ, അതാണോ? അച്ഛൻ അല്ലാമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പാല് കുടിക്കില്ല. അച്ഛനോട് മിണ്ടൂല. അതിന് നിനക്കെന്താണ് ഇത്ര ശാഠ്യം? എളമ്മക്കറിയാൻ എനിക്ക് കാണാൻ വയ്യ അച്ഛാ. എന്റെ അച്ഛനല്ലേ? എന്റെ മോൻ പോയി ഇളയമ്മോട് പാല് കൊണ്ടുവരാൻ പറ. സമയമായി. യാത്രയുടെ മുഹൂർത്തം തെറ്റിക്കണ്ട. എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. പുറപ്പെടാം. ശരി, വരൂ. എവിടെ വാളി? വേണ്ട മോനെ, വേണ്ട. തോണിച്ചാലും വരുന്നുണ്ട്. സന്ധ്യയായി. ഇരുട്ടുന്നതിന് മുൻപ് ഇരുടുമലയിൽ എത്താൻ പറ്റുമോ? ഓ, തോണിക്കാരൻ മഹാവിരുദ്ധനാണ്. അതാ വരും. അതാ നേരം നീ എവിടെയായിരുന്നു? ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ കേട്ടെ. ചാമ്പ് കറിക്കാം. അല്ല, ചിരിത എന്തായി ത്രിസന്ധ്യക്ക്? ഒരു കാര്യം അറിയിക്കാനാ. നായനാര് ഞങ്ങളുടെ വീട്ടുകാരനും ഇരുടുമല കുളത്തേക്ക് പോയല്ലോ. പോയി? ആ, ഞാൻ മറ്റൊരു സ്വകാര്യം പറഞ്ഞു. കുഞ്ഞിക്കന്നി തമ്പുരാട്ടി പോയിട്ടുണ്ടത്ര. കുഞ്ഞിക്കന്നി തമ്പുരാട്ടിയോ? എന്തൊക്കെയോ ചതിയുണ്ടോന്ന് ഭയമുണ്ട്. എന്തെങ്കിലും ഏട്ടനും കണ്ടാച്ചേരി ഇവിടെ ഇല്ല. ചിരിത എനിക്കൊരു ഉപകാരം ചെയ്യാം. ഓ, എന്ത് വേണം? ചന്തുവിനോട് പോക്കർ മാപ്പിളയോട് ഉടനെ ഒന്ന് ഇവിടം വരെ വരാൻ പറയാം.